പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്ക്ബി. ഞാൻ ആഷിഖ് ജോയ്. ഈ കഴിഞ്ഞ മാർച്ച് 25-ന് ഞാൻ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഡാനിയൽ അച്ഛനടുത്ത് പോകാൻ ഇടയായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ അതിലോട്ട് പോകുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ മാർച്ച് 25-ന് അച്ഛൻ ഇങ്ങനെ ഓൾറെഡി എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്, ബലി അർപ്പിച്ചിട്ട് അച്ഛൻ നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതിന് മുൻപ് ആദ്യത്തെ തവണ ഒരു 3rd സാറ്റർഡേ ആണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല. സാധാരണ വചന പ്രഘോഷണമൊക്കെ കേട്ടിട്ട് ഞാൻ തിരിച്ചു വന്നു. പിന്നീട് ഇന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഡാനിയലച്ഛനെ ഇങ്ങനെ നേരിട്ട് അടുത്ത് കാണാൻ അവസരം ലഭിച്ചത്. എന്നിരുന്നാലും ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 8:30 ഒത്തിരി പിറകിലാണ് സീറ്റ് ലഭിച്ചത്. അപ്പോൾ അച്ഛനെ നമുക്ക് കാണാം, ആൾത്തറയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കാണാനിടയായി, കുറച്ച് പേരൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിച്ചു. അപ്പം എന്താ ഞാൻ പറയേണ്ടത്, നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ലഭിച്ചത്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, അതായത് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഒരു ബിരിയാണി കഴിച്ച ഒരു ഫീല് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ ദാഹിച്ച് വരണ്ടിരിക്കുന്ന സമയത്ത് ഒരു കരിമ്പൻ ജ്യൂസ് നട്ടുച്ച നേരത്തെ കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ലഭിച്ചത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരവില്ല. പക്ഷെ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അത്. ഞാൻ ഇത്രയും വർഷം കാലം അനുഭവിക്കാത്ത ഒരു ആത്മീയ സംതൃപ്തി, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, പക്ഷേ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ലഭിച്ചു. 8:30 ജപമാലയോടുകൂടെ ആരംഭിച്ചു. 9 മണിക്ക് ഡാനിയലച്ഛൻ വന്നു. കൃത്യം 1 മണിയായപ്പം എല്ലാം കഴിഞ്ഞു. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5-2 മണിക്കൂർ അച്ഛൻ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് അച്ഛൻ സംസാരിച്ചു. അതിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നീട് ഉള്ള 1-2 മണിക്കൂർ പരിശുദ്ധ കുർബാനയായിരുന്നു. അപ്പോൾ മലങ്കര കത്തോലിക്ക തിരുസഭയിൽ കുർബാന ഒന്നും പറയാനില്ല. എന്തൊരു റിച്ച്നെസ്സാണ് നിങ്ങളുടെ കുർബാനയ്ക്ക്. നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങളുടെ പിതാക്കന്മാരോടാണ്. അവർ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ ഈ കുർബാന ഷോർട്ടാക്കാതെ ഇതിലെ മനോഹരമായ കാര്യങ്ങൾ, ഇതിലെ എന്താ പറയുക, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആൾക്കാർ പറയുന്നു സമയം ഒത്തിരി പോവാണ് എന്നൊന്നും കേട്ടിട്ട് ഇത് ഷോർട്ടാക്കാതെ ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച് ഈ 2026-ൽ നിങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങളുടെ പിതാക്കന്മാരോടാണ്. അവർക്കിതിലെ വെള്ളം ചേർക്കാൻ തോന്നിയില്ലല്ലോ എന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കറിയാം ലത്തീൻ കുർബാനയുടെ ഒക്കെ സിറ്റുവേഷൻ നമുക്കറിയാം. ഇതുപോലെ ട്രഡീഷണൽ ലത്തീൻ മാസ് ഇതുപോലെ തന്നെ വളരെ റിച്ച്നെസ് ഉള്ളതാണ്. ആ ഒരു അപ്പസ്തോലിക പാരമ്പര്യമൊക്കെ നമുക്കിതിൽ കാണാം. പക്ഷേ പിന്നീട് അത് ജനാഭിമുഖ കുർബാനയായി അതിപ്പോൾ എവിടെ വെച്ച് വേണേലും അർപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലെത്തി. എല്ലാം കുറച്ച് കൊണ്ടുവന്ന് ഇന്ന് 20 മിനിറ്റ് കൊണ്ട് ഡെയിലി കുർബാന തീരും. 20 മിനിറ്റ് കൊണ്ട് സാധാരണ ദിവസങ്ങളിൽ കുർബാന തീരും. ഞായറാഴ്ച കുർബാനയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ലെവലിലെത്തി. ട്രഡീഷണൽ ലാറ്റിൻ കുർബാനയാണെങ്കിൽ 45 മിനിറ്റെങ്കിലും ഇട ദിവസങ്ങളിൽ വേണം. അപ്പം സൺഡേത്തെ ഞായറാഴ്ചത്തെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സീറോ മലബാർ കുർബാനയിലും പയ്യെ മാറ്റങ്ങൾ വന്നു, 50-50 ആയിട്ട് മാറി. പക്ഷേ മലങ്കര കത്തോലിക്ക സഭയിലെ കുർബാനയിൽ ഫുൾ അൾത്താര ഫേസ് ചെയ്തിട്ട് തന്നെയാണ് വൈദികം ചെയ്യുന്നത്. അതിൽ ഓരോ രഹസ്യങ്ങളും, പ്രാർത്ഥനയൊന്നും എനിക്കറിയത്തില്ല, സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥനയാണ് ചൊല്ലിയത്. അതുപോലെ എനിക്ക് സുറിയാനി ഭാഷയാണെന്ന് തോന്നുന്നു അതിൽ ഉപയോഗിക്കുന്നത്. ഒരു സ്വർഗീയ അനുഭൂതിയായിരുന്നു. ഞാൻ 9 മണിക്ക് അച്ഛൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപനം നമുക്ക് അവിടെ നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ കരച്ചിൽ വന്നിട്ട് നമ്മളിങ്ങനെ മുട്ടി നിൽക്കുക. ഈ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും. ഒരു വിഷമവും അങ്ങനെ ദൈവകൃപയിലൊന്നുമില്ല. പക്ഷേ
എന്തോ ഒരു ദൈവാനുഭവം, ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയാണ്. കുർബാനയിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അത് ബലവാനാ ദൈവമേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ ഓൾമൈറ്റി ഗോഡ്, ദൈവം സർവ്വശക്തനാണ് എന്ന ആ ഫീലൊക്കെ നമുക്ക് വരുന്നു. ആ പാട്ടുകാരനൊക്കെ ഭയങ്കര അഭിഷേകത്തോടുകൂടി പാട്ട് പാടുന്നു. പിന്നെ ഡാനിലച്ചൻ്റെ ഭാഷാശുദ്ധിയും അക്ഷരസ്ഫുടതയൊക്കെ നമുക്കറിയാം. ഇങ്ങനെ വന്നു. അങ്ങനെ കുർബാനയുടെ ഇടയിൽ ഒരു വചന വായനയുടെ സമയം കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു കുറച്ച് ഇരിക്കാനുള്ളൊരു ടൈം കിട്ടിയപ്പോൾ അവിടെ വരെ ഞാൻ ഇതിന് ഈ ആ ദിവസം ഞാൻ പോയത് മുതൽ ആ സമയം വരെ ഇങ്ങനെ എന്താ പറയുക, വേറൊരു അവസ്ഥയിലായിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. അത്രയും ദൈവസ്നേഹം കൊണ്ട് നിറയാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ ബലിയർപ്പിക്കുന്നതാണ് അച്ഛൻ പറഞ്ഞത്. ക്ലാസ് ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് നോട്ടൊന്നും ഞാൻ കൊണ്ടുപോയില്ല. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതും പിന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ധ്യാനത്തിന് അതിന് വന്നിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാവും. അപ്പം ഞാൻ ജസ്റ്റ് അച്ഛൻ്റെ കൂടെ ഒന്ന് ബലിയർപ്പിക്കണം എന്ന ആഗ്രഹത്തിന് പുറത്ത് മാത്രം ഞാൻ പോയൊരു സംഭവമാണ്. പിന്നെ അച്ഛൻ്റെ ഒരു കൈവെപ്പ് വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ചോദിച്ചതിലേറെ ഈശോ തന്നു എന്നുള്ളതാണ്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അച്ഛൻ എനിക്ക് നിയമാവർത്തന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, അതിൽ 35 ശാപങ്ങളെ പറ്റിയിട്ട് അച്ഛൻ പറയുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ട് ഇങ്ങനെയാണ്: 1, നമ്മൾ ചെയ്ത പാപം അതോർത്ത് അനുദപിക്കുക. 2, നമ്മൾ പൂർവികർ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന ചില തടസ്സങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ, ഇതിനെ പറ്റിയിട്ട്. പിന്നെ 3, പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഇതാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പം അതിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഈ പൂർവികർ സ്വർഗത്തിലോട്ട് കയറി പോകാത്തതാണ് നമ്മുടെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ഞാൻ ചിലർ എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴും എൻ്റെ തന്നെ ജീവിതത്തിലും പല കാര്യങ്ങൾക്കും തടസ്സം എന്ന് പറയുന്നത് ഒരു 99.99% കാര്യങ്ങളുടെയും തടസ്സമായിട്ട് നിൽക്കുന്നത് പൂർവികർ ചെയ്തിട്ടുള്ള പാപങ്ങളും പാപകടങ്ങളും ആണ് നമുക്കൊരു ഒരു ബന്ധനമായിട്ട്, ഒരു കൃപക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതിൽ മറ്റുള്ളവർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പം 99.99% നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണ്. അതിനെ നമ്മൾ ഒരു ശാപം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നു. ഓക്കെ, പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മൾ ടെക്നിക്കലി ശാപം എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുമെങ്കിലും സത്യത്തിൽ ആ ദൈവത്തിൻ്റെ കരുണയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പൂർവികർ ചെയ്തിട്ടുള്ള 1-ാം കൽപ്പന മുതൽ 6-ാം കൽപ്പന വരെ അങ്ങനെ മറ്റെല്ലാ കൽപ്പനകളും എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ് അവസാനം അച്ഛൻ ഇതിന് ഒരു ഡെലിവറൻസ് തരുന്നുണ്ട്. അവിടെ വെച്ച് ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലിയിട്ട്. അപ്പം നമ്മളത് റിസീവ് ചെയ്യുകയാണ്, നമ്മൾ വിശ്വസിക്കുകയാണൊക്കെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള ഇതെല്ലാം ഇവിടെ വെച്ച് അഴിഞ്ഞു പോകും എന്ന് വിശ്വസിച്ച് നമ്മൾ പോയി കഴിയുമ്പോൾ അതിന് അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ കയറുമ്പോൾ നമുക്ക് ബാഗൊന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പം ബാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫോണുള്ളത്. അപ്പം ബാഗ് താഴെ വെച്ചിട്ട് ഈ ബലിയെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ട്രെയിനിൽ അന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ എത്രയോ മാസങ്ങളായിട്ട് ശ്രമിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. എത്രയോ മാസങ്ങളായിട്ട് ഞാനത് വിട്ടതാണ്. ഇത് നടക്കുന്ന കേസല്ല. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവം റെഡിയായി. അതായത് വിടുതൽ നൽകുന്നത് എല്ലാ മേഖലയിലാണ് വിടുതൽ നൽകുന്നത്. പിന്നീട് അതിന് ശേഷം മാർച്ച് 25 ശേഷം ഇന്നുവരെ ഒരുപാട് അനുഗ്രഹങ്ങൾ നടന്നു എന്നുള്ളത് ആ ഒരു കെട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ. ഇതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ശുദ്ധീകരണ ആത്മാക്കളുടെ കാര്യം പറയുമ്പോഴും ഞാൻ എന്നെ ഫോൺ വിളിക്കുന്നവരോടൊക്കെ ഞാൻ കൊടുക്കുന്ന ഉപദേശം ഇതാണ്: നിങ്ങൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് മാസത്തിലൊരു 100 രൂപ പോലും ശുദ്ധീകരണ ആത്മാക്കൾക്ക് ചൊല്ലിക്കാൻ സാധിച്ചിരുന്നില്ല. എനിക്ക് സാമ്പത്തിക സ്ഥിതി അങ്ങനെയായിരുന്നു. ഒരു 100 രൂപ കൊടുത്തു പോലും ചൊല്ലിക്കാൻ പറ്റത്തില്ല. കാരണം 100 രൂപ കൊടുക്കുമ്പോൾ ചങ്ക് പൊട്ടും. 100 രൂപയാണല്ലോ. എന്നാൽ മിച്ചം പിടിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടെ ഈ പൂർവികരെ രക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനെ നമ്മൾ എത്ര കാലം നമ്മളിങ്ങനെ പോകും? അങ്ങനെ തീരുമാനിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ദൈവകൃപയാൽ 365 ദിവസവും കുർബാന ചൊല്ലിക്കുന്ന രീതിയിലോട്ട് ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ച് തന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടി ഒരു ഹാർഡ് വർക്കോ പുതിയ ഐഡിയാസോ ഒന്നും ദൈവം അത് ക്രമീകരിച്ച് തന്നു. അപ്പോൾ ഇതാണ് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. എൻ്റെ വിവാഹ കാര്യത്തിലും തടസ്സങ്ങൾ വന്നപ്പോഴേ 2 ഗ്രിഗോറിയൻ കുർബാനയാണ് ചൊല്ലിച്ചത്. 2 ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചു. വിത്തിൻ 6 മന്ത് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വിദേശത്തുള്ള ആളുകൾ, എനിക്കൊന്ന് അവിടെ കുർബാനയ്ക്കൊക്കെ ചിലപ്പം ഇതിൻ്റെ കുർബാന ധർമ്മം കൂടുതലായിരിക്കും. അപ്പോൾ അവർ മന്ത്ലി എല്ലാ മാസവും ഒരു കഴിഞ്ഞ മാസം 200 കുർബാന ചൊല്ലിക്കാനുള്ള എമൗണ്ടാണ് അവർ അയച്ചു തന്നത്. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഞാൻ റെഡിയാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ കൊടുക്കാനൊക്കെ ഞാൻ റെഡിയാണ്. അത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ യാത്രാ എക്സ്പെൻസ് ഒന്നും വേണ്ട. അപ്പോൾ അവർ 10-200 കുർബാനയാണ്, 30,000 രൂപയുടെ കുർബാനയാണ്. അപ്പോൾ ആവറേജ് ഒരു 15,000-20,000 രൂപയുടെ കുർബാനകൾ വിദേശത്തുള്ള ആളുകൾ ഇതൊന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് തരുന്നുണ്ട്. അപ്പം നമ്മൾ സന്തോഷത്തോടു കൂടെ നമ്മളത് ചെയ്തു കൊടുക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ സഹായിക്കുക എന്നുള്ളത്. അവിടെ ഒരു പക്ഷേ കുർബാനയ്ക്ക് എമൗണ്ട് കൂടുതലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ നാട്ടിൽ കുർബാന ചൊല്ലിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എല്ലാ മാസം ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് അത്രയ്ക്ക് വൈദികരുള്ളൂ. അപ്പം സ്ലോട്ടൊക്കെ എപ്പോഴും ഫുള്ളാണ്. നിങ്ങളിത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കും ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത്, ആരാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ മുൻകൂട്ടി പറയുകയാണ്, ഓൾറെഡി ഒരുപാട് പേരുള്ളതുകൊണ്ട് ഈ ഗ്രിഗോറിയൻ കുർബാനയുടെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ മനസ്സിലാവുന്നത് സ്ലോട്ടൊക്കെ എപ്പോഴും ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു തവണ ലഭിച്ചാൽ അടുത്ത തവണ ലഭിക്കണമെന്നില്ല. കാരണം ഒരുപാട് പേര് ഈ സത്യം മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെ ഓരോ പാപമേഖലകളും അതായത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ചെയ്താൽ ഇന്ന ശാപം, ഇന്നത് ചെയ്താൽ ഇന്ന ശാപം, സുവിശേഷ വേല ചെയ്യാത്തത് അതൊരു ശാപമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൂർവികർ ചെയ്തത് അവിടെ വെച്ച് നമ്മൾ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പൗരോഹിത അധികാരം ഉപയോഗിച്ച് ഡാനിയലച്ചൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് തരുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്ന മാറുമെന്ന് അത് മാറി. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇനി ശുശ്രൂഷ അവിടെ എപ്പോഴും ഉള്ളതാണോ ഇനി ഉണ്ടാവും എന്നും എനിക്കറിയത്തില്ല. ഞാൻ യാദൃശികമായിട്ട് അവിടെ പോയി, യാദൃശികമെന്ന് പറയുന്നില്ല, ദൈവം അനുവദിച്ചതുകൊണ്ട് അവിടെ പോയി ബലിയർപ്പിക്കാനാണ് പോയത്. പക്ഷേ അച്ഛൻ്റെ ക്ലാസ്സും കൂടെ കിട്ടി. അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിലൊന്ന് നോക്കിക്കോളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇങ്ങനെയാണ്. അതായത് ഞാൻ വലിയ ചിത്രകാരനൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യന് പഠിത്തെല്ലാം കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നൊരു പ്രായം നമുക്കൊരു 21 വയസ്സെടുക്കാം. നമ്മുടെ ജീവിതം തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഒരു 26 27 കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കാം. പിന്നെ 30, പിന്നെ ഇങ്ങനെ പോയി 50, പിന്നെ നമ്മളൊരു 70 വയസ്സ് വരെ, 75 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് അനുമാനിക്കാം കേരളത്തിൽ. അപ്പം നമ്മളിവിടെ നിൽക്കുകയാണ്, ജീവിതം തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് അംബ്രലാസ് ഉണ്ട്, കുറച്ച് കുടകളുണ്ട്. കുട ഒരുപാടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് അംബ്രലാസ് ഇതുപോലെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കർത്താവായ ദൈവം മുകളിലുണ്ട്. ഇത് കുരിശാണ്. അപ്പോൾ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ട്. പക്ഷേ സൂര്യപ്രകാശം പോലെ ഇത് തടയപ്പെട്ടിരിക്കുകയാണ്. വെളിച്ചമൊന്നും നമ്മളിലോട്ട് വരുന്നില്ല, അനുഗ്രഹം നമ്മളിലോട്ട് വരുന്നില്ല. അപ്പം ഈ കാണുന്ന ഗ്രീൻ കുടകൾ നമ്മളെ പൂർവികർ ചെയ്തിട്ടുള്ള പാവത്തിൻ്റെ പരിണിത ഫലമായിട്ട് വന്നിട്ടുള്ള തടസ്സങ്ങൾ. ഈ റെഡ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടുവന്നിട്ടുള്ള തടസ്സങ്ങൾ. ഓക്കെ, ഇനി ഈ വരച്ചിരിക്കുന്ന യെല്ലോ ലൈൻ്റെ താഴെ വേറെ കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ താഴെ എന്ന് ഉദ്ദേശിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. നമ്മുടെ പൂർവികർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഒരു 33 തലമുറ നമുക്കെടുക്കാം. ഒരു 33 തലമുറ. ഈ 33 തലമുറയെപ്പെട്ടിട്ടുള്ള ആളുകളിൽ പലരും ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടാവും. പൊതുവെ 33 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ 7 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ പൂർവികർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ അവരുടെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണല്ലോ അവിടെ കിടക്കുന്നത്. നരകത്തിൽ പോകേണ്ടിയിരുന്ന ചില ആളുകൾ അവസാന നിമിഷത്തെ ദൈവകൃപയാൽ അവർ അനുതാപം ലഭിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവരുടെ
ഈ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമുക്കിവിടെ ഗ്രീൻ കൊടകൾ ലഭിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഗ്രീൻ അംബ്രലാസ്. ഇതുവഴി എന്താ സംഭവിക്കുന്നത്? 27ാമത്തെ വയസ്സിൽ വിവാഹം നടക്കേണ്ട വ്യക്തി ആ 27ാമത്തെ വയസ്സിൽ വിവാഹം നടക്കുന്നില്ല, തടസ്സമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഈ പയ്യൻ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി വിചാരിച്ചിരിക്കുന്നത്, ആരൊക്കെയോ കല്യാണം മുടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ്, ചെറുക്കനെ കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതുകൊണ്ടാണ്, ഇതൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ്? ഇതെല്ലാം നമുക്ക് ലഭിക്കണം. ദൈവം മുകളിൽ നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട് ഈശോ. പക്ഷേ ഇതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഇത് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ ധ്യാന കേന്ദ്രത്തോട്ട് പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ആ സമയത്താണ് കൗൺസിലിങ്ങിൽ വെളിപ്പെടുന്നു പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കുറവുണ്ട്. അതുകൊണ്ട് പൂർവികർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കണം. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഞാൻ ഈ ഗ്രീൻ ലൈൻസ് ഞാൻ മായ്ക്കുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധ കുർബാന നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് ഓരോരുത്തർക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന ഇവർക്ക് ലഭിക്കുന്നു. ഇവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഇത് സ്വർഗമാണ്, മേഘം. ഈ പൂർവികർ സ്വർഗത്തിലോട്ട് കയറിപ്പോകും. ഓക്കെ, ഒരാൾ കയറിപ്പോയാൽ തന്നെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ പൂർവികരെ ഞാൻ ഇവിടുന്ന് ശുദ്ധീകരണ സ്ഥലത്ത് മായ്ക്കുകയാണ്. ഓക്കെ, അപ്പം നേരെ സ്വർഗത്തിലോട്ട് ഇവർ കയറിപ്പോയി. സ്വർഗത്തിൽ ഇവരിതാ നമുക്ക് വേണ്ടി കർത്താവായ ഈശോയോട് നേരിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇവർ ഓൾറെഡി കയറിപ്പോയതിനാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാലും ഈ ഗ്രീൻ കളർ കുടകൾ മാറിക്കഴിഞ്ഞു. പിന്നീട് നമുക്ക് ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ് കിട്ടുന്നു. ഇനി നമ്മളാകെ മാറ്റാനുള്ളത് നമ്മുടെ കയ്യിലിരിപ്പ് വഴി വന്നിട്ടുള്ള ഈ തിന്മകളാണ്. അത് നല്ലൊരു കുമ്പസാരത്തിലൂടെയും പാപപരിഹാര കാര്യങ്ങളിലൂടെയും നമുക്കതും മായ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ബ്ലെസ്സിങ് കിട്ടുന്നു. അപ്പോൾ നേരത്തെ കുർബാനയ്ക്ക് ചൊല്ലുന്ന ശീലമുള്ള വ്യക്തികളാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പൂർവികർക്ക് വേണ്ടി കുർബാന ചൊല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സഹനങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ഈ വ്യക്തിക്ക് 27ാമത്തെ വയസ്സിൽ വിവാഹം നടക്കുന്നു. ചിലപ്പോൾ അതിനു മുൻപേ 25ാമത്തെ വയസ്സിൽ ജോലി ലഭിക്കുന്നു. ഒരു 28ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടാവുന്നു. 30ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ഉണ്ടാകുന്നു. ഇത് ഇങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഇതറിയാത്ത നമ്മളിങ്ങനെ മുരടിച്ച അവസ്ഥയിലാണ് നമ്മളുള്ളത്. മക്കളില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് നമ്മളിങ്ങനെ മുരടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്, ഈ ഒരു സത്യം അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് മിച്ചം പിടിച്ചിട്ട് നിങ്ങളൊന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുക. എൻ്റെ അടുത്തൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, ഇത് കുർബാനയ്ക്ക് കാശ് ഇത്രയും എമൗണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ദിവസം ഒരു 500 രൂപ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ 500 രൂപ എന്ന് പറയുന്നത് നിൻ്റെ വിയർപ്പാണ്, നിൻ്റെ ഹാർഡ് വർക്ക് അതിലുണ്ട്, നിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, നിൻ്റെ വിശ്വസ്തത, നിൻ്റെ എന്താ പറയുക, നിൻ്റെ എല്ലാവിധ നല്ല വിചാരങ്ങളെല്ലാം ഇതിലുണ്ട് ഈ 500 രൂപയുടെ നോട്ടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമരസഭയാണ്, ശുദ്ധീകരണത്തിലെ സഹനസഭയാണ്, സ്വർഗത്തിലുള്ളവർ വിജയസഭയാണ്. സമരസഭയിൽ ഞാൻ ഈശോയുടെ പോയി പറഞ്ഞു, ഈശോയെ, ഇന്നാണല്ലോ കറൻസി ഇറങ്ങിയത്. പണ്ട് കാലത്ത് കാഴ്ച വസ്തുക്കളൊക്കെ ആയിരുന്നല്ലോ, മെറ്റീരിയൽസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഈ 500 രൂപ എന്ന് പറയുന്നത് എൻ്റെ വിയർപ്പിൻ്റെ അടയാളമാണ്. ഇത് ഞാൻ ഈശോയുടെ മുമ്പിൽ കാഴ്ചയെ സമർപ്പിച്ചിട്ട് പറയണം, ഈശോയെ, ഇത് എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. ഇത് ഞാൻ നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നത്. എന്താ സമർപ്പിക്കണമെന്ന്? എൻ്റെ അധ്വാനം, എൻ്റെ വിയർപ്പ്. എന്തിനാ? ഈ സഹനസഭയിലുള്ള ആളുകൾക്ക് മോചനത്തിന് വേണ്ടിയിട്ട് എൻ്റെ സഹനം കൂടെ ഞാൻ കാഴ്ചവെക്കുകയാണ്. ആ രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിത് കുർബാനയ്ക്ക് കാശ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഗ്രിഗോറി കുർബാനയ്ക്ക് ഒത്തിരി കാശാണ് എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. ഇതാരാ തരണം? ഈ സമ്പത്ത് തരുന്നത് ഈശോയല്ലേ. ആ ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. എന്തിനാ? നമ്മുടെ സഹോദരങ്ങളെ മോചിപ്പിക്കാൻ. അപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ആത്മാക്കളെ രക്ഷിക്കുക എന്ന് പറയുന്ന പരിപാടി. അതുകൊണ്ട് നമ്മൾ ദയവേത് ആ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ കുറ്റം പറയരുത് സഭയെ. പകരം നമ്മൾ കൊടുക്കുക, അറിഞ്ഞു കൊടുക്കുക,
അനുഗ്രഹം ലഭിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. എനിക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ ഞാൻ പറയത്തില്ല, ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ എൻ്റെ അടുത്ത് പല പ്രശ്നങ്ങളായിട്ട് വന്ന ആൾക്കാരോടെല്ലാം ഞാൻ പറഞ്ഞു ഇത് ചെയ്യാനാണ്. അങ്ങനെ ചെയ്തിട്ട് നിരവധി പേർക്ക് മാറ്റമുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഈ തടസ്സങ്ങൾക്കുള്ള കാരണങ്ങളൊക്കെ ഇതാണ്. അതായത് ഈ ഈ ഒരുപാട് ഞാൻ പറഞ്ഞ 33 തലമുറ മുൻപുള്ള പൂർവികരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തുണ്ടാവും. ഇങ്ങനെ തലമുറ മാറി 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 വന്നു എത്തിയിരിക്കുന്നത് നിന്നിലായിരിക്കും. അപ്പോൾ ദൈവം നിനക്ക് കുറച്ച് ബോധ്യം തന്നിരിക്കുകയാണ്. എന്താണ് ബോധ്യം? ഈ ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെ പറ്റിയിട്ടും പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടും ദൈവം ഒരു ബോധ്യം തന്നു. അപ്പം നിന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നീ നന്നായിട്ട് അപ്പോഴാണ് നോക്കണം, നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാം ചെയ്യുന്നു, പക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കുമോ നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന്. അവിടെയാണ് ദൈവം നിന്നെ പിടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടത്. നിനക്ക് ഈ ബോധ്യം തന്നിരിക്കുന്നത് ഇനി നിനക്ക് മുൻപുണ്ടായിരുന്ന പൂർവികരെ എല്ലാം മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാണ്. ഇനി നീ വേണം ഇവരെ മോചിപ്പിക്കാൻ. അപ്പോഴാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നതും ഇനി നിനക്ക് ശേഷമുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതും. എന്നാൽ നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പണ്ട് നമ്മുടെ പൂർവികർ ജീവിച്ചതുപോലെ ജീവിച്ചു പോകാനാണ് നമ്മുടെ പ്ലാനെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്നറിയോ? ഈ അംബ്രലാസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ മക്കൾക്കും കൊടുക്കുക. ജീവിച്ചോ, നരകിച്ച് ജീവിച്ചോളൂ, ഇങ്ങനെ തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അവർക്ക് ഈ വിശ്വാസം വരണമെന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് തടസ്സം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നാളെ അവർ വിശ്വാസം ഉപേക്ഷിച്ചേക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ഈ സകലവിധ പാപബന്ധനങ്ങളും നമ്മുടെ ഈ തലമുറയിൽ തീർത്തിട്ട് അടുത്ത തലമുറയ്ക്ക് നമ്മൾ ബ്ലെസ്സിങ് വാങ്ങിച്ചു കൊടുക്കണം. നാളെ ഇപ്പം നിങ്ങളുടെ പേര് ഇപ്പം അഗസ്റ്റിൻ എന്നാണെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ പ്രാർത്ഥന മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി സ്വർഗത്തിൽ റെക്കോർഡഡ് ആണല്ലോ. അപ്പം നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്നായോ ലൂക്കാച്ചനോ എലിസബത്തോ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നാളെ അവരെ മുൻപിൽ ദൈവം വന്നിട്ട് പറയേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ അഗസ്റ്റിൻ അപ്പൻ്റെ ദൈവമാണ്. നിങ്ങളുടെ അപ്പൻ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്ത ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. മോശയുടെ അടുക്കൽ വന്ന ദൈവം പറഞ്ഞ ഞാൻ അബ്രാഹത്തിന് ഇസഹാക്കിന് യാക്കോബിൻ്റെ ദൈവമാണ് എന്ന്. ദൈവത്തിന് സ്വന്തം ഇൻട്രസ്റ്റിൽ വന്നാൽ മതിയായിരുന്നു. അപ്പോഴും ദൈവം തനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിന്ന ആ മനുഷ്യരുടെ പേരിലാണ് വരുന്നത്. അപ്പം നാളെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കണം നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്. ഇപ്പോൾ ദൈവം പറയണത് അങ്ങനെ ചെയ്താൽ 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടുമെന്ന. അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ ഇത് നമ്മളെപ്പോഴും മൈൻഡിൽ വെക്കേണ്ടതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾ പരിശുദ്ധ കുർബാന ചൊല്ലിക്കണം. നമ്മൾ ചൊല്ലിക്കണം. അത് കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൺമുമ്പിൽ കാണും. നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും. മറ്റൊന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ച കാര്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛൻ. അതായത് നമ്മൾ ശരീരത്തിൽ സഹിക്കുമ്പോൾ നമ്മൾ കൊന്തമില്ലുമ്പോൾ നമ്മൾ മുട്ടമേൽ നിന്ന് കൊന്തമില്ലുന്നു, നമ്മൾ കുരിശൻ്റെ വഴി മല കയറുന്നു, പരിത്യാഗ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ഒരു ഉദാഹരണം, നല്ല ജോലി ലഭിക്കാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉപവസിച്ചിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശരീരത്തിൽ സഹിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൽ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അച്ഛൻ പറയണത് ദൈവം ഒരു മാലാഖയെ ഈ കാര്യങ്ങൾ റെഡിയാക്കാൻ നമുക്ക് വേണ്ടി അയക്കുന്നു. ഇതാണ് ഡാനിയൽ ഫാസ്റ്റിങ്ങിൽ കാണുന്നത്. ഡാനിയൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ മാലാഖ വരുന്നു. മാലാഖ പറയുന്നു ഫസ്റ്റ് ഡേ നീ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇതവിടെ എത്തിയതാണ്. പക്ഷെ അന്തരീക്ഷത്തിലെ ദുഷ്ടാരൂപികൾ അതിൻ്റെ ബ്ലെസ്സിങ് കൊണ്ടുവരാൻ തടസ്സമായിട്ട് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് വഴി ഇതാണ് ഈ ദുഷ്ടാരൂപികൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ശരീരത്തിൽ നമ്മൾ സഹിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ സഹിച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാലാഖ അയക്കുന്നു. എന്തിനാണ്? നമ്മുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് തരാൻ. ഇതുപോലെ നമ്മൾ ശരീരത്തിൽ പാപം ചെയ്യുമ്പോൾ ഒരു ദുരാത്മാവ് നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വരുന്നുണ്ട്. ഈ ദുരാത്മാവ്, അൺക്ലീൻഡ് സ്പിരിറ്റ്, ഈ പിശാചുക്കൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്നു, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഇവനെ ആട്ടി ഓടിച്ചാലേ കാര്യമുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ റെഡ് അംബ്രലാസ്, നമ്മുടെ കയ്യിലുള്ള റെഡ് അംബ്രലാസ്. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മൾ പാപം ഉപേക്ഷിച്ച് അനുദപിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം മാറിപ്പോകും. അപ്പോൾ ഇതോർക്ക് ശരീരത്തിൽ സഹിക്കുമ്പോൾ ഒരു മാലാഖ്യ ദൈവം അയക്കുന്നു. ശരീരത്തിൽ പാപം ചെയ്യുമ്പോൾ ഒരു ദുരാത്മാവ്, ഒരു അൺക്ലീൻഡ് സ്പിരിറ്റ് കയറി വരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇതിലേതായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്? ഒരു അശ്ലീല സിനിമ കാണുമ്പോൾ എത്രയോ ആയിരക്കണക്കിന്
അൺക്ലീൻഡ് സ്പിരിറ്റ്സാണ് വരുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് 2 അനുഭവങ്ങൾ നേരിട്ട് അറിയാവുന്നതുണ്ട്. ഒന്ന്, 2 പേരും എൻ്റെ കൂട്ടുകാരാണ്. ഒന്ന് എൻ്റെ കുഞ്ഞിലേ ഉള്ള ഒരു കൂട്ടുകാരനാണ്. മറ്റൊന്ന് എനിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് അറിയുന്ന ഒരു കൂട്ടുകാരനാണ്. അപ്പം അതിലെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ലൈഫിൽ അവൻ ദൈവത്തിലൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൻ്റെ ഒരു സിസ്റ്ററിന് പൊസഷൻ ഉണ്ടായി, പിശാച് കയറി. അപ്പോൾ പണ്ട് ഒരു ചാനലിൽ ഈ പ്രേതപരിപാടി, ഈ പ്രേതത്തെ പറ്റിയിട്ടുള്ളതൊക്കെ എപ്പോഴും ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ അവരിങ്ങനെ സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമായിരുന്നു. ഒരു ദിവസം ഒരു നട്ടുച്ച നേരത്ത് ഒരു പാഗൻ സെൻറ്ററിൻ്റെ അടുത്തൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി കാണുന്നത് ഇരുണ്ട രൂപം കാണുന്നു. അപ്പം എന്നുവെച്ചാൽ ചെറിയ പ്രായമാണ്. അപ്പം ഈ സ്പിരിറ്റൊന്നും ആത്മാക്കൾ എന്നൊന്നും പറയാനുള്ള ബോധ്യമൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഇരുണ്ട രൂപം കാണുന്നു, ഇതെൻ്റെ ഉള്ളിലോട്ട് കയറി വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അന്ന് മുതൽ സാത്താൻ വെളിപ്പെടാൻ തുടങ്ങി ഈ കുട്ടിയിലൂടെ. ജപമാല ചൊല്ലുമ്പോഴൊക്കെ വെളിപ്പെടാൻ തുടങ്ങി. കുരിശുവരൊക്കെ വരുന്നില്ല, മൊത്തം പ്രശ്നം. അപ്പോൾ ഒരു ദിവസം ഇത് ശക്തമായിട്ട് പുറത്തോട്ട് വന്നു. ഒരു 6 ദിവസത്തോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചു. അപ്പോൾ ഇവളുടെ അപ്പൻ എന്ത് ചെയ്തു? പുള്ളിക്ക് അറിയുന്ന രീതിയിൽ, അവർക്കറിയില്ല ഇത് വൈദ്യനെ കൺസൾട്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. നമ്മളിതെപ്പോഴും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പുറത്ത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇവരെന്ത് വെച്ചാൽ അവിടെയുള്ള രൂപക്കൂട്ടിലൊക്കെയുള്ള കുരിശെടുത്തിട്ട് യേശുനാമത്തിൽ പോകാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ ഈ ആത്മാവ് പറയണത്, പോകത്തില്ല, ഞാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇവളെയും കൊണ്ടേ പോവൂ. അതായത് ഈ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന്, ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഞാൻ പോകത്തില്ല എന്ന് പറയാണ്. അപ്പോൾ പിന്നെയും ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോകത്തില്ല, എന്നിട്ട് ചോദിക്കുക എനിക്ക് ഇവളെ തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഡബിൾ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അവളുടെ ആ സ്വീറ്റ് സൗണ്ട് മാറിയിട്ട് ഡബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കിലൊക്കെ എക്കോ വരുമ്പോൾ ഒരു റോബോട്ടൊക്കെ സംസാരിക്കുന്ന പോലെ ഡബിൾ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. പിന്നീട് ഇങ്ങനെ ഇവളുടെ അപ്പനെ എടുത്ത് വളരെ ശക്തി വന്നു. അപ്പോഴേക്കും അപ്പനെടുത്ത് ഇങ്ങനെ എറിയുന്ന അനുഭവമൊക്കെ ഉണ്ടായി. അപ്പം ഒരു 4-5 പേര് ചേർത്ത് പിടിച്ചാലേ ഇവളെ പിടിക്കാൻ പറ്റും, അത്രമാത്രം ശക്തി ആ സമയത്ത് ഇവളിങ്ങനെ, അതായത് വെഞ്ചിരിച്ച വെള്ളം തളിക്കുമ്പോൾ ഈ നമ്മുടെ ഈ ചീനച്ചട്ടിയിലൊക്കെ കടുക് പൊട്ടിച്ചാലുണ്ടാകുന്നൊരു ഒരു പ്രതീതി പോലെ കണ്ണൊക്കെ പുറത്തോട്ട്, അതായത് എക്സോസിസ്റ്റുകൾ പറയണത് ആസിഡ് വീണ വേദനയായിരിക്കും ഈ പിശാച് ബാധിച്ച വ്യക്തിയുടെ മുകളിൽ വെഞ്ചിരിച്ച വെള്ളം വീഴുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നത്, പിശാചിന് അനുഭവപ്പെടുന്നത്. അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു ദിവസം പിശാച് തന്നെ മടുത്തു, കാരണം ഇതൊന്നും നടക്കുന്നില്ല കാര്യങ്ങൾ. ഒരു ദിവസം ഇദ്ദേഹത്തിന് യേശുനാമത്തിൽ വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വെഞ്ചരിച്ച വെള്ളമൊക്കെ തളിച്ചപ്പോഴാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇത് പറഞ്ഞു, ഞാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചു. ജനാല ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊളുത്തുള്ളൊരു ജനാലയാണ്. കൈ നീട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ വളരെ ടൈറ്റായിട്ടുള്ള കൊളുത്താണ്. ഒരു മനുഷ്യനെ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കൊളുത്ത് താനെ തുറന്ന് ജനാല താനെ ഓപ്പണായി. പിന്നെ ഈ കുട്ടി താഴെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പം അവർ മനസ്സിലാക്കുന്നു ഇത് പോയെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലാവാനായിരിക്കും അങ്ങനെ അടയാളം കൊടുത്തത് ദൈവം. ജനാല തുറന്നിട്ട് ഇതിങ്ങനെ പോയി, ഇവൾ ബോധം കെട്ട് വീണു. പിന്നെ ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾക്ക് ഇങ്ങനൊരു സംഭവമേ നടന്നായിട്ട് ഈ കുട്ടിക്കറിയില്ല. നിങ്ങളൊക്കെ എന്താണ് എന്നെ നോക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇവരുടെ ഫാമിലി ധ്യാനമൊക്കെ കൂടിയിട്ട് എൻ്റെ കൂട്ടുകാരൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം അവൻ പിശാചിനെ കണ്ടു, പിശാചുണ്ടെങ്കിൽ ദൈവം ഉണ്ടല്ലോ, ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പം ദൈവം അവിടെ ഈ കുട്ടിയെ ദൈവം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈവൻ എക്സോസിസ്റ്റുകൾ പറയുന്നത് പിശാചിന് ഈ വ്യക്തിയിൽ ആവസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ പോലും പറ്റത്തില്ല. സോ ദൈവം അനുവദിക്കുകയാണ് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കുടുംബം ഈശോയെ അറിഞ്ഞു, അവർക്ക് ചില ആത്മീയ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. രണ്ടാമത്തെ കേസ്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഡൊമിനിക് അച്ഛൻ്റെ ആദ്യ ശനിയാഴ്ച ക്ലാസ്സുകൾ വീട്ടിൽ റൂമിൽ കഥ കടച്ചിരുന്ന് ഫോണിലൂടെ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിൽ അച്ഛനിങ്ങനെ ഡെലിവറൻസൊക്കെ തരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ്റെ ഉള്ളിൽ സാത്താൻ വെളിപ്പെടുകയാണ്, പിശാച് വെളിപ്പെടുകയാണ്. അപ്പം അലറും, മൃഗത്തിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കും, അലറും, കാളയെ പോലെ പെരുമാറും, അങ്ങനെയൊക്കെ ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് പുറത്താരോട് പറഞ്ഞില്ല.
പിന്നീട് അത് കുരിശുവരയുടെ സമയത്ത് ഇത് ഇത് പാരൻസ് അറിയാൻ തുടങ്ങി. വെഞ്ചിരിച്ച വെള്ളം തളിക്കുമ്പോൾ ഇവൻ വീട്ടുകാരെ അസഭ്യം പറയാൻ തുടങ്ങി. പക്ഷേ ഇവനത് അറിയാം, ഇത് ഇവനല്ല ചെയ്യുന്നത്, പക്ഷേ ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ധ്യാനഗുരുവിൻ്റെ അടുക്കൽ പോയി. അപ്പോൾ അച്ഛൻ തലയ്ക്ക് വെക്കുമ്പോൾ ഇവൻ തെറിച്ച് വീഴുകയാണ്, മുരളുകയാണ്, ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവനായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അവൻ പറഞ്ഞത് എല്ലാ പാവങ്ങളും കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു, എല്ലാം ചെയ്തു. ഇപ്പം ആ ധ്യാനഗുരു പറയുന്നത് ഇനി അച്ഛനൊന്നും ചെയ്യാനില്ല, ഇനി ഈശോ നോക്കിക്കോളും എന്നാണ്. അപ്പം അതെന്താണ്? അപ്പോഴാണ് ഹിസ്റ്ററി നോക്കുന്നത്. ആ പയ്യൻ്റെ പൂർവികർ ചാത്തൻ സേവ ചെയ്തിരുന്ന ആളുകളായിരുന്നു. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ചിലർ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആ തലമുറയിൽപ്പെട്ട ആളുകളെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇവനാണ്. അപ്പോൾ ഇവന് നല്ല ആത്മീയ ബോധ്യമുള്ള പയ്യനാണ്. അപ്പോൾ ഇത്രയും ഡെലിവറൻസ് കിട്ടിയിട്ടും ഇത് പോയില്ല. അപ്പോൾ ലെഗിയോണാണ് ഉള്ളിലുള്ളതെന്നാണ് പറഞ്ഞത്, ആ ധ്യാനഗുരു പറഞ്ഞത്. അപ്പോൾ അത് ഗ്രൂപ്പ് ഓഫ് ലിയോൺ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രൂപ്പ് ഓഫ് എന്നാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് പുറത്ത് പോകണമെന്നില്ല. അപ്പോൾ ദൈവം അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഈ സഹനം വഴി ഈ പൂർവ്വികർ കയറിപ്പോവും, കുർബാനയും ചൊല്ലിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഈ തലമുറയിൽ ഇവനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ കഴിഞ്ഞ തലമുറയെ വിശദീകരിക്കാൻ. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ തടസ്സമുണ്ട്. പക്ഷേ ഈ തടസ്സം മാറും, ദൈവം ഉയർത്തും. ദൈവം അവനെ ഇപ്പോൾ വേണമെങ്കിൽ ഒരു വിക്ടിം സ്റ്റോളായിട്ട് ഉപയോഗിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദൈവം അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവൻ കാണുന്നത് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇനി പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ആ ധ്യാനഗുരു പറയണത്, മോനെ, നമ്പർ 1 ധ്യാനഗുരു, ആ ധ്യാനഗുരു പറഞ്ഞത്, മോനെ എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഈശോ നോക്കിക്കോളൂ. അപ്പോൾ ഈശോ അത് അനുവദിച്ചിരിക്കുകയാണ്. ഇതാണ് 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം നമ്മളെ ആയിരിക്കും. നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കി നമ്മളെ ആയിരിക്കും ദൈവം ഈ തലമുറയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം. പരിശുദ്ധ കുർബാനയിൽ മാറാത്ത ഒന്നും ഇല്ല. അവിടെ പരിശുദ്ധ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്നാത്തു ഇൻ മുളിയരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe.